ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 2 മണിക്കൂർ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ അല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇട്ടിട്ട് വറുത്ത് കോരാം. ചിക്കൻ 2 സൈഡും ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇത് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 25 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പകുതി സവോളയും പകുതി ചെറിയ ഉള്ളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു പച്ചമുളക് നടുവ് കീറിയതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചുകൂടെ കൂടുതൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടണം നമുക്ക്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങണം കേട്ടോ. ആ സമയത്താണ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിന്റെ പച്ചമണം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുറച്ചും കൂടെ കൂടുതൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച മുളകിന്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് എരിവിനനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടട്ടെ. ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പൊടികളൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ നല്ല മധുരമായിട്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാട് തിക്കല്ല, എന്നാലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മൾ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.